നമസ്കാരം. പവർ പഞ്ചായത്തിന്റെ അടുത്ത എഡിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതായാലും അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറായി കണക്കാക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും അതിനിർണായകമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ളവയിലേക്ക് മുന്നണികൾ ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. പലയിടങ്ങളിലും ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 17,337 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, 2,267 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകൾ, 336 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ, കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമായി 1,627 വാർഡുകൾ. ഇങ്ങനെ കളമൊരുങ്ങുന്നത് സംസ്ഥാന ചരിത്രത്തിലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പിനാണ്. മുൻ തെരഞ്ഞെടുപ്പുകളേക്കാൾ 1,600 വാർഡുകൾ ഇത്തവണ അധികമാണ്. ഓരോ ജില്ലയിലെയും തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചുള്ള ചിത്രം പവർ പഞ്ചായത്തിന്റെ ആദ്യ എഡിഷൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാനും വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും മേയർമാർ ഇന്നു മുതൽ പവർ പഞ്ചായത്തിൽ ചേരുകയാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. മേയർ ആര്യ രാജേന്ദ്രൻ നമുക്കൊപ്പം ചേരും. ഒപ്പം മേയറോട് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. പ്രതിപക്ഷ പ്രതിനിധിയായി വി രാജേഷ് ചോദ്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും പവർ പഞ്ചായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കോർപ്പറേഷനിലെ നിലവിലെ കക്ഷിനില നമുക്ക് നോക്കാം. കക്ഷിനില ഇങ്ങനെയാണ്. LDF 56, BJP 34. പ്രധാന പ്രതിപക്ഷമായി BJP 2ാം സ്ഥാനത്താണുള്ളത്. UDF 10 സീറ്റുമായി 3ാം സ്ഥാനത്താണ് അവിടെ ഉള്ളത്. ഇതാണ് കക്ഷിനില. അതിൽ CPIM 39, CPI 10, JDS 1, കോൺഗ്രസ് S 1, JSS 1, INL 1, സ്വതന്ത്രർ 3. ഇതാണ് അവസ്ഥ. BJP 34 സീറ്റുമായി 2ാം സ്ഥാനത്ത്. BJP വളരെ പ്രതീക്ഷയോടെ കാണുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് നമുക്കറിയാം. UDF 10 സീറ്റുകളിലേക്ക് ഒതുങ്ങുന്ന അതിദയനീയമായ കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസ് അതിൽ 8 സീറ്റുകളിലും മുസ്ലിം ലീഗ് 1 സീറ്റിലും RSP 1 സീറ്റിലും. അതായിരുന്നു അവസ്ഥ. കഴിഞ്ഞ 30 വർഷമായി ഇടതുമുന്നണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത്. മന്ത്രി V ശിവൻകുട്ടിയും തിരുവനന്തപുരം മേയറായി പ്രവർത്തിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. BJP ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പുലർത്തുന്ന ഇടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. 2015 മുതലാണ് BJP കോർപ്പറേഷനിലെ 2ാമത്തെ കക്ഷിയായി മാറുന്നത്. പ്രധാന പ്രതിപക്ഷമായി മാറുന്നത് 2015 മുതലാണ്. അധികാരം പിടിക്കണമെന്ന് അമിത്ഷാ ആഹ്വാനം ചെയ്തിട്ടുള്ള കോർപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കി ഇത്തവണ BJP ഇറങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ്. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് വന്നതിന് ശേഷം നടക്കുന്ന വലിയ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അദ്ദേഹത്തിന് അധിക ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ BJP ഊർജിതമായ പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ 2 തവണ 35 സീറ്റെന്ന മികച്ച മുന്നേറ്റം BJP ഉണ്ടാക്കി. ഉപതെരഞ്ഞെടുപ്പിൽ വെള്ളാർ വാർഡ് BJPക്ക് നഷ്ടമാവുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ 70ഓളം A+ വാർഡുകൾ കണ്ടെത്തി BJP പ്രവർത്തനം നടത്തുന്നുമുണ്ട്. അവിടെ ഈ വെള്ളാർ വാർഡ് നഷ്ടപ്പെട്ടതെന്നോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശത്തെ ചോർത്തുന്നില്ല എന്നുള്ളതാണ്. വളരെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള ഒരു പ്രവർത്തനം പലയിടങ്ങളിലും BJPയുടെ ഭാഗത്ത് നിന്ന് അവിടെ നമുക്ക് കാണാനും കഴിയും. അപ്പോഴും അവിടെ BJPയിൽ ചില അന്തഛിദ്രങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളും നമുക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ചിത്രം നമുക്ക് പിന്നീട് പരിശോധിക്കാം. UDFന്റെ സ്ഥിതിയാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. അത് അത്യന്തം ദയനീയമാണ് അടുത്ത കാലങ്ങളിൽ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ സ്ഥിതി അത്യന്തം ദയനീയം തന്നെയായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും UDF മെലിഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടത്. 2010-ൽ 40 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് 2015 ആയപ്പോൾ 21 സീറ്റായി. 2020-ൽ 10 സീറ്റ്. പക്ഷേ ഇക്കുറി അങ്ങനെ ആകില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് UDFന്റെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. കോർപ്പറേഷനിൽ 3ാം സ്ഥാനത്തുള്ള കോൺഗ്രസ് ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ശബരിനാഥന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ കോർപ്പറേഷൻ പിടിക്കാൻ UDF ഇറങ്ങുന്നത് എന്ന് കാണാം.
ശബരിനാഥനെ നമ്മളെല്ലാവരും MLA സ്ഥാനാർത്ഥിയായാണ് കരുതിയിരുന്നതെങ്കിൽ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ആണ് UDF അവരുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്, സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. അത് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇതിനോടകം. കവടിയാർ വാർഡിൽ നിന്നാണ് KS ശബരിനാഥൻ മത്സരിക്കുന്നത് എന്ന് കാണാം. നിയമവിദ്യാർത്ഥിയും KSU ജില്ലാ വൈസ് പ്രസിഡന്റുമായ വൈഷ്ണ സുരേഷ് മുട്ടട വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനോടകം തന്നെ വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ളതും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായതും നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോസ്റ്റ് ഇട്ട നീതു വിജയൻ വഴുതക്കാട് വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നീതു വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറും മത്സരിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമം വാർഡിലാണ് ഷജീർ മത്സരിക്കുന്നത്. ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച് നേമം തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം മണക്കാട് സുരേഷ് രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മണക്കാട് സുരേഷിന് പുറമെ പ്രാദേശിക നേതാക്കളടക്കം 50-ലേറെ പേർ അവിടെ രാജിവെച്ചു. കോൺഗ്രസ് കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, വിഴിഞ്ഞം മണ്ഡലം സെക്രട്ടറി, ബൂത്ത് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എന്നിവരാണ് രാജിവെച്ചത്. ഇവരുടെ രാജിയൊക്കെ കോൺഗ്രസിന് വലിയ തലവേദനയാകും എന്ന കണക്കുകൂട്ടലാണ് ഏതായാലും അവിടെ മറ്റ് മുന്നണികൾ ഉള്ളത്. അങ്ങനെയുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. ഏതായാലും ശബരിനാഥനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നടത്തുവാൻ ഏതായാലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മേയർ ആര്യ രാജേന്ദ്രൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. മേയർ, സ്വാഗതം പവർ പഞ്ചായത്തിലേക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഈ 5 കൊല്ലക്കാലത്തെ പ്രവർത്തനം? സ്വയം വിലയിരുത്തുന്നത് എങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ മേയർ എന്ന നിലയ്ക്ക്? ശരിക്കും ഈ 5 വർഷം എന്നത് പ്രത്യേകിച്ചൊരു യുവജന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് എന്നെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് ആ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചു തരും മേയർ, അതിപ്പോൾ റെഡിയാക്കി തരും. ഓക്കെ ഓക്കെ ഓക്കെ. PCR ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ യെസ് ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന 5 വർഷമാണ്. പ്രത്യേകിച്ചൊരു യുവജന ജനപ്രതിനിധി എന്ന നിലയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 5 വർഷമാണ് മേയർ എന്ന ചുമതല വഹിക്കാൻ എനിക്ക് സാധിച്ചത്. അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. ഏത് മേഖലയിൽ പരിശോധിച്ചാലും തിരുവനന്തപുരം നഗരസഭയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടായി എന്നത് ചരിത്രത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് കണക്കുകൾ പറയുന്നതാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ പറയുന്ന കാര്യമാണ്. അത്തരത്തിൽ അതിനെല്ലാം നേതൃത്വം വഹിക്കാൻ ഞാനുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് പ്രായമോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഒരു ഭാഗമായിരുന്നില്ല. എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് അഭിമാനത്തോടു കൂടി ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ഈ പ്രായം കുറഞ്ഞ ആൾ എന്ന നിലയ്ക്ക്, സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഒക്കെ മേയർ സ്ഥാനത്തിരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും തരം വെല്ലുവിളികളെ നേരിട്ടിരുന്നോ? എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹകരണ കുറവ് ഏതെങ്കിലും മേഖലകളിൽ നിന്ന് ആര്യയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത് പേരൊന്നും പറയണ്ട, പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പലരും രാഷ്ട്രീയപരമായൊക്കെ അത്തരം അഭിപ്രായങ്ങൾ പറയുമെങ്കിലും മേയർ എന്ന നിലയിൽ ചുമതല വഹിക്കുമ്പോൾ ആ ചുമതലയിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് സ്വാഭാവികമായും നമ്മൾ ഏറ്റെടുക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങൾ, ഒരു ഭരണസമിതി എന്ന നിലയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിൽ പൊതുവെ കൗൺസിലിലൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തു വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നൊരു കാര്യം, എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന പലരും, അത് കൗൺസിൽ അംഗങ്ങളാകട്ടെ, കൗൺസിലർമാരാകട്ടെ, അതുപോലെ തന്നെ ജീവനക്കാരാകട്ടെ, ഉയർന്ന ഉദ്യോഗസ്ഥരാകട്ടെ, എല്ലാവരും അവർ പ്രായത്തിനപ്പുറം ആ പോസ്റ്റിന്, ആ ഒരു ചുമതലയ്ക്ക്, ആ പദവിക്ക് ഒരു വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളത് ഒരു സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ പ്രായം കുറഞ്ഞതുകൊണ്ടോ സ്ത്രീ എന്ന നിലയിലോ എനിക്ക് എന്തായാലും വ്യക്തിപരമായി അത്തരത്തിൽ ആരും എന്നെ അനുസരിച്ചില്ലെന്നോ കേട്ടില്ലെന്നോ അങ്ങനെയുള്ളൊരു അഭിപ്രായം എനിക്കില്ല. പിന്നെ സ്വാഭാവികമായും ഇത്തരം രാഷ്ട്രീയപരമായി അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അത്തരം അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷേ ഒരു ഔദ്യോഗിക ചുമതല നിർവഹണത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു പ്രയാസം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല.
ഞാൻ യോഗങ്ങൾ ചേരുന്ന സമയത്തും അതുപോലെ തന്നെ റിവ്യൂ യോഗങ്ങൾ ചേരുന്ന സമയത്തും കൗൺസിൽ നടത്തുമ്പോഴുമൊക്കെ വളരെ കർക്കശമായ നിലപാടുകൾ പല ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊരു ഭരണ സംവിധാനം എന്ന നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കർക്കശമായ നിലപാടുകളായിരുന്നു. അതെല്ലാം അവരെല്ലാവരും അങ്ങനെ തന്നെ അതിനെ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഈ ഒരു കാര്യം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഈ പദവി വഹിക്കുന്നത്, അതല്ലെങ്കിൽ ഒരു താരതമ്യേന പ്രായം കുറഞ്ഞ ആളെന്നുള്ള നിലയ്ക്ക്, താരതമ്യേനയല്ല ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തെ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ അതൊരു കരുത്തായി മാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ചില സംഘർഷമുള്ള ഇടങ്ങളിൽ, അതല്ലെങ്കിൽ ആളുകൾ പ്രകോപിതരായി നിൽക്കുന്ന ഇടങ്ങളിലൊക്കെ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു പുരുഷ ജനപ്രതിനിധി ചെയ്യാൻ കഴിയുന്നതിനേക്കാളും, പുരുഷന്മാർ പദവിയിലിരിക്കുമ്പോൾ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഈ ഘടകങ്ങൾ ഒരു കരുത്തായി മാറിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആര്യയ്ക്ക്? തീർച്ചയായിട്ടും അതെനിക്ക് എപ്പോഴും സന്തോഷം നൽകിയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു ചെറിയ ഒരു വീട്ടിലെ അംഗത്തെ പോലെ, ഒരു പക്ഷേ മകളെപ്പോലെ അല്ലെങ്കിൽ കൊച്ചുമകളെ പോലെയൊക്കെ നമ്മളോട് എപ്പോഴും വലിയ സൗഹൃദത്തോടു കൂടിയും സ്നേഹത്തോടെയൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോഴും സമീപ ദിവസങ്ങളിലും അല്ലെങ്കിൽ മുൻപ് തന്നെ നമ്മൾ ചുമതല വഹിക്കുന്ന ആ ആദ്യഘട്ടം മുതൽ തന്നെ അത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നുള്ള വ്യത്യാസം ഞാനതിൽ കാണുന്നില്ല. പക്ഷേ എങ്കിൽ പോലും പ്രായം കുറഞ്ഞ ഒരു ജനപ്രതിനിധിയായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു തിരഞ്ഞെടുത്ത് മേയറായി വരുന്നത് തൊട്ട് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ മേയറല്ലേ എന്ന് വന്ന് ചോദിക്കുന്ന ചോദ്യം മുതൽ, ഞങ്ങൾ ടി വിയിലേ കണ്ടിട്ടുള്ളൂ, ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്ന കാര്യം മുതൽ ഒരുപാട് അനുഭവങ്ങൾ ആ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ, പ്രത്യേകിച്ച് പ്രായക്കുറവും അതുപോലെ തന്നെ സ്ത്രീ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിനൊരു മുതൽക്കൂട്ടായി തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതിനൊരുപാട് അനുഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളും വ്യക്തിപരമായ പല കാര്യങ്ങളും നമ്മളോട് തുറന്നു പറയുന്നതിൽ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിഷയങ്ങൾ, മറ്റാരോടും ചിലപ്പോൾ പറയാൻ കഴിയാത്ത വിഷയങ്ങൾ നമ്മളോട് പറയുന്നതിലുമൊക്കെ ആളുകൾ അങ്ങനെയൊരു സമീപനം, ജനങ്ങൾ അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത് ഒരു വലിയ ഒരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ പല വിധത്തിലുള്ള വികസന പദ്ധതികൾ നടപ്പാക്കുകയും അന്താരാഷ്ട്ര തലത്തിലൊക്കെ അംഗീകാരം കിട്ടുന്ന നിലയിലേക്ക് നഗരസഭയിലെ പല പ്രവർത്തനങ്ങളും നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള റെക്കഗ്നേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് ഏത് പദ്ധതിയായിരിക്കും? ഏതിനോടാണ് ഏറ്റവും കൂടുതൽ വൈകാരികമായ അടുപ്പമുള്ളത്? അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കൂടുതൽ കണക്റ്റ് തോന്നുന്ന എന്തെങ്കിലും പദ്ധതികളൊക്കെ ഉണ്ടോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വികസന പദ്ധതികളെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ അന്തർദേശീയ പുരസ്കാരം മുതൽ ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങളൊക്കെ നേടിത്തന്ന ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. ഞാൻ മേയറായി ചുമതലയേൽക്കുന്ന സമയത്ത് ഒരു സാധാരണ നടക്കുന്ന പദ്ധതികൾക്കപ്പുറം ഒരു യുവജന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നെപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ വലിയ ചർച്ചകൾ നടത്തിയതിന് ശേഷം ഗ്രീൻ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിന് നമ്മൾ നേതൃത്വം കൊടുത്തത്. നമ്മുടെ പല പദ്ധതികളും നമ്മൾ നടപ്പിലാക്കുന്ന സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഈ ഹെഡിൻ്റെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇന്നിപ്പോൾ നഗരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ്സുകൾ, 115 ഇലക്ട്രിക് ബസ്സുകളാകട്ടെ, സോളാർ സിസ്റ്റം ആകട്ടെ, 515 കെട്ടിടങ്ങളിൽ വെച്ച സോളാർ സിസ്റ്റം ആകട്ടെ, അത് തുടങ്ങി നഗരത്തിലെ LED ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചതാകട്ടെ, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞു. നമ്മൾ ഈ കാർബൺ ന്യൂട്രൽ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും തോന്നും, എന്തുകൊണ്ടാണ് ഒരു കാർബൺ ന്യൂട്രൽ നഗരമായി നമ്മുടെ നഗരത്തെ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഒരു രസകരമായ ഒരു സംഭവം, ഒരു വികസന സദസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഒരു വിദേശ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ ഈ വിദേശ രാജ്യവും നമ്മുടെ നാടുമായിട്ടൊക്കെ ഒരുപാട് കമ്പാരിസൺ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ അനുഭവം പറയുന്നത്. ആ ഒരു വിദേശ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു, ആ രാജ്യം പോലെ നമ്മുടെ കേരളം മാറണം, തിരുവനന്തപുരം മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു മരുഭൂമിയുള്ള ഒരു സ്ഥലമാണ്, മരുഭൂമിയാണ്. അവിടെ ഒരു പ്ലാൻഡ് സിറ്റിയാണ്. അതായത് മരുഭൂമി പിന്നെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു സിസ്റ്റമായി. ഞാൻ ആ രാജ്യം ഒരു മോശമായ രാജ്യമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. നാളെ അതിലൊരു പ്രശ്നം വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയാത്തത്.
പക്ഷേ അങ്ങനെയുള്ള രാജ്യങ്ങളുമായി നമ്മുടെ കേരളത്തിൻ്റെ ഇത്രയും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ഇത്രയും ഗ്രീൻ ഇനിഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള കാര്യത്തെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും മോശമായ വശത്തെപ്പറ്റി ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് എന്ത് വികസന പ്രവർത്തനം ഏറ്റെടുത്താലും അതിൽ ഇങ്ങനെയൊരു മുൻകരുതൽ എടുത്തുകൊണ്ട് വികസനം നടത്തണം എന്നാണ് ഇന്ന് ലോകരാജ്യങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ UN ഹാബിറ്റാറ്റിൻ്റെ അവാർഡ് വാങ്ങാൻ ഈജിപ്തിൽ അലക്സാൻഡ്രിയയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഈജിപ്തിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പുതിയ തലമുറ എങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ കാണുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ലോക്കൽ ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നതാണ്. അന്ന് നഗരസഭയ്ക്ക് പുരസ്കാരം കിട്ടുന്നതും ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ്. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനം നടത്തിയതിന് പുരസ്കാരം കിട്ടുമ്പോൾ തിരുവനന്തപുരം നഗരസഭ മേയറിൻ്റെ പേര് തിരുവനന്തപുരം എന്ന് കൂട്ടിച്ചേർത്ത്, തിരുവനന്തപുരം മേയറിൻ്റെ പേരിനോടൊപ്പം തിരുവനന്തപുരം എന്ന വാക്ക് പറയുന്നതിനോടൊപ്പം ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞാണ് എന്നെ ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അതായത് UN ഹാബിറ്റാറ്റിൻ്റെ ഈ മേഖലയിലെ പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ ഏക നഗരം, ഇന്നുവരെ ഈ നിമിഷം വരെ ഏക നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. നമ്മളോടൊപ്പം പുരസ്കാരം കിട്ടിയത് മറ്റ് ചില കാരണങ്ങൾക്ക് വേണ്ടി, മറ്റ് ചില ഇതിനു വേണ്ടി പാരാമീറ്റേഴ്സ് പരിശോധിച്ച് പുരസ്കാരം ലഭിച്ചത് ദോഹയ്ക്കും അതുപോലെ തന്നെ മെൽബണിനും ഒക്കെയാണ്. അപ്പോൾ മറ്റ് രാജ്യങ്ങളെ കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എത്ര മുന്നിലാണ് എന്ന് പോലും നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനവും സ്വാഭാവികമായും ഒരു മേയർ എന്ന നിലയിൽ എനിക്ക് വലിയ ഒരു സംതൃപ്തിയുള്ള ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഓഫീസിൽ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ഞാനൊരു ഉദ്ഘാടനത്തിന് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തിന് പോകുന്നതിന് മുമ്പ് ഈ തീരുമാനിച്ച പോലെയാണോ കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ അതിൽ ഒരു ചെറിയ ഒരു ബോർഡിൽ പോലും ഒരു പദ്ധതിയുടെ ഒരു ബോർഡ് വെക്കുന്നതിൽ പോലും ഞാൻ പലതരത്തിലുള്ള, അതായത് ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്, അതെല്ലാം ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരാൾ കൂടിയാണ്. അതായത് അത്രയും ഞാൻ ടൈം ഒരു പദ്ധതിക്ക് വേണ്ടി ഞാൻ പൊതുവേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ആ പദ്ധതിയുടെ പുരോഗതി ഞാൻ വിലയിരുത്താറുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എല്ലാ പ്രവർത്തനങ്ങളും വളരെ വിലയേറിയ കാര്യമാണ്. പക്ഷേ ഈ വികസനത്തിനപ്പുറം ഞാൻ എന്നും വൈകാരികമായി ചേർത്ത് വെക്കുന്ന ഒന്ന്, ഒരുപാട് സാധാരണക്കാർക്ക് വീട് വെച്ച് നൽകാൻ കഴിഞ്ഞു എന്നതാണ് എന്നെ സംബന്ധിച്ച് വൈകാരികമായി ഞാൻ കാണുന്ന ഒരു കാര്യം. ഒന്ന്, ഞാൻ ഒരു വാടക വീട്ടിൽ നിന്നാണ് മേയറായി ചുമതലയേൽക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇരുന്നാണ് ഇന്നിവിടെ ഈ ലൈവിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം പോലെ തന്നെ ഒരു സാധാരണക്കാരെ സഹായിക്കാൻ കഴിയുന്ന മേഖലയിൽ ഇടപെടുക എന്നതിൽ ഞാൻ ഏറ്റവും പ്രയോറിറ്റിയായി കാണുന്നത് വീട് നിർമ്മിച്ചു കൊടുക്കുക. അതിൽ ലൈഫ് ഭവന പദ്ധതിയാകട്ടെ, പല പദ്ധതികളാകട്ടെ, ആ പദ്ധതികളുടെ ഭാഗമായി വീട് നിർമ്മിച്ചു കൊടുക്കാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തത് തിരുവനന്തപുരം നഗരസഭയാണ് നിലവിൽ എന്നുള്ള ഒരു വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഈ വീടുകൾ കൊടുത്ത വിഷയത്തിലുണ്ട്. അതിൽ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമുക്കറിയാം പല പദ്ധതികൾ പ്രകാരം നമ്മൾ വീട് കൊടുക്കുമ്പോഴും സ്ഥലത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, ഒരു പക്ഷേ വാഹനങ്ങൾ പോകാത്ത വഴിയായിരിക്കാം, ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന സ്ഥലമായിരിക്കാം, അത്തരം സ്ഥലത്തിൻ്റെയൊക്കെ പരിമിതികൾ കൊണ്ട് സർക്കാർ ഇത്തരം ആനുകൂല്യങ്ങൾ നൽകിയതിന് ശേഷവും ഒരു പക്ഷേ പൂർത്തിയാക്കാൻ കഴിയാത്ത ചില വീടുകൾ ഉണ്ടാകും. ആ വീടുകൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് നഗരസഭ എന്നുള്ള നിലയിൽ, അത് നഗരസഭയുടെ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഫണ്ട് ഉപയോഗിച്ചല്ല, നമ്മുടെയൊക്കെ തന്നെ ഒരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, കഠിനാധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം, ഒരു കാര്യം പറയുമ്പോൾ ആദ്യം അതിന് മുന്നിട്ടിറങ്ങിയത് എൻ്റെ ഓഫീസിലെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളാണ് എപ്പോഴും ഞാൻ വൈകാരികമായി ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് എന്നതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. അങ്ങനെയാണ്. തീർച്ചയായും ഒരു വീട് എന്ന് പറയുന്നത് ആളുകളുടെ എത്ര വലിയ സ്വപ്നമാണല്ലേ. ആര്യ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ചില ചോദ്യങ്ങൾ കൂടി മേയറോട് ഉണ്ട്. വി രാജേഷിൻ്റെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം: 45 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPM-നോട് ഞങ്ങൾക്കുള്ള ചോദ്യം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം, നീറുന്ന പ്രശ്നം തിരുവനന്തപുരത്ത് ഓരോ ദിവസവും കുന്നുകൂടുന്ന മാലിന്യങ്ങളാണ്. ഈ മാലിന്യം സംസ്കരിക്കുവാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഏറെക്കുറെ എല്ലാ കോർപ്പറേഷനുകളും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വിജയകരമായ പദ്ധതി നടപ്പിലാക്കുമ്പോൾ
45 വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന CPM നേതൃത്വം ഇപ്പോഴും പറയുന്നത് തമിഴ്നാട്ടിലെയും അതിർത്തി പ്രദേശങ്ങളിലെയും പന്നി ഫാമുകളിലേക്കാണ് അത് കൊടുക്കുന്നത് എന്നാണ്. ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ നിങ്ങൾ ചെലവാക്കിയിട്ടുമുണ്ട്. ഇതിൽ ഇത്രയും കാലമായിട്ടും സമ്പൂർണ്ണ പരാജയം നിങ്ങളുടെ ഇച്ഛാശക്തിയില്ലായ്മയും അഴിമതിയുമല്ലേ? മേയർ മറുപടി. ഈ മാലിന്യ പ്രശ്നത്തിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യം നമുക്കറിയാം. നമ്മൾ പണ്ട് ഒരു പക്ഷേ ഇപ്പോൾ ബ്രഹ്മപുരം വിഷയത്തിന് ശേഷം ആമേഴഞ്ചാം തോടിലുണ്ടായ വിഷയത്തിന് ശേഷം എത്ര മുന്നോട്ടാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ. നേരത്തെ മോശമെന്നുള്ള അഭിപ്രായം എനിക്കില്ല, കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എത്ര ഫലപ്രദമായാണ് കുറച്ചുകൂടി അതിനൊക്കെ ഒരു അവസരമാക്കി. ഇപ്പോൾ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തെ കേരളത്തിൻ്റെ തദ്ദേശ മന്ത്രി തന്നെ പറഞ്ഞത് ഇതൊരു അവസരമായി കണക്കാക്കുന്നു എന്ന് തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അവസരമായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ തീരുമാനിച്ചത്. ഇപ്പോൾ ആമേഴഞ്ചാം തോടിലുണ്ടായ സംഭവം നമുക്കറിയാം. അപ്പോൾ അത്തരം വിഷയങ്ങളെല്ലാം ഒരു അവസരമാക്കി കണ്ടുകൊണ്ടാണ് ഓരോ ഭരണ സംവിധാനവും, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ വലിയ മുൻകരുതൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. നമ്മൾ മാലിന്യ സംസ്കരണ രംഗത്ത് കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിലെ എന്നാൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാതിരുന്നിട്ട് പോലും തെരുവുകളിൽ മാലിന്യം കുന്നുകൂടാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരത്താണ്. കാരണം നമുക്കിപ്പോൾ കാണാം 2012 ആ വർഷത്തിൽ വിളപ്പിശാല പ്ലാന്റ് പൂട്ടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പൂട്ടിയതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു അന്നത്തെ പ്രശ്നം, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ അന്നത്തെ ഭരണസമിതി വളരെ ശ്രമകരമായ പ്രവർത്തനം നടത്തി. അതായത് ഒരു സിസ്റ്റം പാടെ ഒരു ദിവസം നിന്നുപോവുകയാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തനം ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ, വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം എന്ന നിലയിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. എനിക്ക് ഒരു രസകരമായ ഒരു സംഭവം ഈ ചോദ്യത്തിൽ തോന്നുന്നൊരു കാര്യം, നമ്മൾ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഇതിന് ചിലവാക്കി അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത് അഴിമതിയും ഇച്ഛാശക്തിയുടെ കുറവുമല്ലേ എന്നാണ് ശ്രീ വി രാജേഷ് എന്ന കോർപ്പറേഷൻ്റെ പൂജപ്പുര വാർഡ് കൗൺസിലർ ഇതിൽ ചോദിച്ചത്. ഇതിലൊരു ശരിയായ വസ്തുത എന്താ? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി കേന്ദ്ര സർക്കാരാണല്ലോ, രാഷ്ട്രീയ പാർട്ടി ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായും ഉള്ളത്. ആ കേന്ദ്ര സർക്കാർ 2024 സാനിറ്റേഷൻ മേഖലയിൽ, അതായത് ശുചിത്വ മേഖലയിൽ ഏറ്റവും മികച്ച മാതൃക എന്ന പുരസ്കാരം നൽകിയത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ്. ഞാനാണ് പോയി വാങ്ങിയത്. ഹഡ്കോ അവാർഡ്, ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് എന്ന നമ്മുടെ വകുപ്പ് കൂടി നേതൃത്വം നൽകുന്ന വകുപ്പിൻ്റെ കൂടി നേതൃത്വത്തിൻ്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയത് ഈ സാനിറ്റേഷൻ മേഖലയിൽ നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനമാണ്. കേന്ദ്ര സർക്കാർ തന്നെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം, നമുക്കറിയാം സെൻട്രലൈസ്ഡ് മാലിന്യ പ്ലാന്റുകൾ, കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ ഉണ്ടാകുമ്പോൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണ രീതി ഉണ്ടാകുമ്പോൾ നമ്മൾ മാലിന്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ അതിൽ കളക്ഷൻ ആകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, അതായത് വീടുകളിൽ നിന്നുള്ള കളക്ഷൻ മുതൽ ട്രാൻസ്പോർട്ടേഷൻ മുതൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഈ തിരുവനന്തപുരത്താണ് എന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സിസ്റ്റം, നമുക്ക് നമ്മുടെ സാഹചര്യം, ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നമുക്കറിയാം ഡീസെൻട്രലൈസ്ഡായി ചെയ്യുമ്പോഴും ചില ഇടങ്ങളിലെങ്കിലും ആ പ്രദേശത്തെ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെറിയ ചെറിയ പ്ലാന്റുകൾ നമുക്ക് തുടങ്ങേണ്ടി വരും. BJP തന്നെ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടില്ലേ? ഇപ്പം അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ മാലിന്യ സംസ്കരണ രംഗത്ത് ചെയ്തത്? നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള മാലിന്യം ഉള്ളത്? സെപ്റ്റേജ് മാലിന്യം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സെപ്റ്റേജ് മാലിന്യങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉള്ളത് ഈ തിരുവനന്തപുരത്താണ്. അതിനുകൂടിയാണ് നമുക്ക് പുരസ്കാരം കിട്ടിയത്. ഓൺലൈൻ സിസ്റ്റം വഴി നമ്മുടെ സെപ്റ്റേജ് മാലിന്യ കളക്ഷൻ നടത്തുന്നതിന് ഗവേണൻസിൻ്റെ ഉൾപ്പെടെ പുരസ്കാരം കേന്ദ്ര സർക്കാർ നൽകിയത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ പുരസ്കാരങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സർക്കാരല്ലേ എന്നുള്ള ചോദ്യം വരും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ആ അവാർഡുകൾ ഞാൻ തൽക്കാലം ഞാൻ പറയാതിരിക്കാം. പക്ഷേ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരത്തെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറയണ്ടേ കേന്ദ്ര സർക്കാർ നൽകിയ പുരസ്കാരം ശരിയല്ല, ഒന്നുകൂടി പരിശോധിക്കണം എന്ന് പറയണ്ടേ? അപ്പോൾ കേന്ദ്ര സർക്കാർ പോലും അംഗീകരിക്കുകയാണ്, മറ്റാരും എന്നതിനപ്പുറം കേന്ദ്ര സർക്കാർ പോലും ഹരിതകർമ്മ സേനയുടെയൊക്കെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഭവനങ്ങളിൽ നിന്ന്, വീടുകളിൽ നിന്ന് കാര്യമായി മാലിന്യ ശേഖരണം നടക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഈ പൊതുവിടങ്ങളിൽ ഒരു മാലിന്യം എവിടെ നിക്ഷേപിക്കണം എന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. അതൊക്കെ ഇപ്പോഴും ആ രീതിയിൽ തുടരുന്നത് എന്തുകൊണ്ടാകാം?
അല്ല, പൊതു ഇടങ്ങളിൽ മാലിന്യ നിക്ഷേപം ചെയ്യേണ്ടി വരുന്നില്ലല്ലോ. ഇപ്പോൾ വീടുകളിൽ കൃത്യമായ കളക്ഷൻ നടക്കുന്നു. ബയോ വേസ്റ്റുകൾ മറ്റ് ഒരു രീതിയിലും നോൺ ബയോ വേസ്റ്റുകൾ ഹരിതകർമ്മസേന മുഖാന്തരവും കളക്ഷൻ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കേണ്ടി വരില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കയ്യിൽ നമ്മളൊരു ചോക്ലേറ്റ് കഴിച്ചാൽ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കവറുണ്ടായി. ഇപ്പോൾ 100 മീറ്റർ 200 മീറ്റർ ഇടവിട്ടുകൊണ്ട് എല്ലാ ഇടങ്ങളിലും, എല്ലാ പൊതു ഇടങ്ങളിലും നമ്മളിപ്പോൾ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്വിൻ ബിന്നുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങനെ പോലും നമ്മുടെ നഗരത്തിൽ ഒരു മാലിന്യം വരാൻ പാടില്ല. അപ്പോൾ ജനങ്ങളെ നമ്മൾ മാലിന്യം വലിച്ചെറിയുന്നവരെ കുറ്റപ്പെടുത്തിയാൽ മാത്രം പോരല്ല, അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ചുമതലയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ പൊതു ഇടങ്ങളിൽ മാലിന്യം വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് ബയോ വേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് എന്ന നിലയിൽ നമുക്ക് ബയോ കമ്പോസ്റ്റർ ബിന്നുകൾ കൊടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും ബയോ കമ്പോസ്റ്റർ ബിൻ വയ്ക്കാൻ കഴിയുന്നില്ല. കമ്മ്യൂണിറ്റി ലെവലിൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സിനെ സ്ഥാപിച്ചിട്ടുണ്ട്, തുമ്പൂർ മൊഴികൾ സ്ഥാപിച്ചിട്ടുണ്ട്, മറ്റ് മാർഗ്ഗങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പന്നി ഫാമിലേക്ക് മാലിന്യം കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. പന്നി ഫാമിലേക്ക് മാലിന്യം കൊണ്ടുപോയി അതെല്ലാം പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രം കൊടുക്കുന്നതാണ്. അവിടെ പന്നികൾ ഉണ്ടെങ്കിൽ മാത്രമേ പന്നി ഫാമിലേക്ക് ഭക്ഷണം കൊടുക്കുന്നുള്ളൂ, ഈ മാലിന്യത്തിൻ്റെ ഈ ഭക്ഷണ അവശിഷ്ടം കൊടുക്കുന്നുള്ളൂ. അല്ലാതെ വെറുതെ പന്നി ഇല്ലാത്ത ആളുകൾക്ക് നമുക്ക് മാലിന്യം കൊടുത്തുവിടേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത്തരം സംവിധാനങ്ങളെല്ലാം തുടർന്നു വരുന്നത് ജനങ്ങളുടെ കൂടി പിന്തുണ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ബയോ കമ്പോസ്റ്റർ ബിൻ സ്ഥാപിക്കുന്നതിലാകട്ടെ, OWC സ്ഥാപിക്കുന്നതാകട്ടെ, നമ്മളിതെല്ലാം പറയുമ്പോൾ അതിലേക്കാണ് കടന്നു വന്നത്. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു, CNG പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം സമരരംഗത്തിറങ്ങി വന്നത് BJP ആണ്. ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അദ്ദേഹം ഒരു സൈഡിൽ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, മറ്റൊരു വശത്ത് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ചുമതല കൂടി ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ കാണാതെ പോരുത്. ഇവരുടെ തന്നെ ഫേസ്ബുക്കിലെ പഴയ പോസ്റ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് തീർച്ചയായിട്ടും വ്യക്തമാകും. ഇവർ തന്നെ പറയും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നമ്മളിപ്പോൾ പരിമിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ പ്ലാന്റുകളൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വി രാജേഷിന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ, തിരുവനന്തപുരത്തെ ജനങ്ങൾ, തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരും തിരുവനന്തപുരത്ത് വന്ന് എത്തപ്പെടുന്നവരും ഒക്കെ തന്നെ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് തെരുവുനായ് ശല്യം. തെരുവുനായ് ശല്യം പരിഹരിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് വിനോദസഞ്ചാര മേഖല. വിനോദസഞ്ചാര മേഖലയിൽ പോലും ഇന്ന് തിരുവനന്തപുരത്തേക്ക് ജനങ്ങൾ വരാൻ വേണ്ടി ഭയക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തെരുവുനായ് ശല്യമാണ്. വർഷങ്ങളായി വന്ധ്യംകരണത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇവിടെ ചെലവഴിക്കുന്നു. എന്നാൽ വന്ധ്യംകരിച്ചു എന്ന് കണക്കിൽ കാണിച്ചിട്ടുള്ള നായ്ക്കൾ പോലും വീണ്ടും പ്രസവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വന്ധ്യംകരണ പ്രക്രിയ ഉൾപ്പെടെ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ തെരുവുനായ് ശല്യം ഓരോ ദിവസവും രൂക്ഷമാകുന്നത്. അത് പരിഹരിക്കുവാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള നിലപാടുകളും നടപടിയും സ്വീകരിക്കാത്ത CPM-ന്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണം സമ്പൂർണ്ണ പരാജയമാണ്. അതിൻ്റെ കാരണമാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. മേയർ, ഈ തെരുവുനായ പ്രശ്നം രാജ്യത്തിൻ്റെ ആകെ ഒരു നീറുന്ന പ്രശ്നമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. 18 ആഴ്ചകൾക്കുള്ളിൽ തെരുവുകളിൽ നിന്ന് തെരുവുനായകളെ നീക്കം ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. ABC റൂൾസിലെ കാർക്കശ്യം തന്നെയാണ് ഒരു പ്രധാന ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടിയുണ്ടോ? ഈ ശ്രീ VV രാജേഷ് എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് അഴിമതി എന്നുകൂടി ചേർത്തില്ലെങ്കിൽ പറയാൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ കാര്യം. സത്യത്തിൽ ABC നിയമം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ABC നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വലിയ ഘടകമുണ്ട്. നമ്മുടെ ഈ കൗൺസിൽ ചുമതലയേൽക്കുന്ന സമയത്ത് ABC മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ പുതിയതായി ചുമതലയേൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ ഭാഗമാകുമ്പോഴാണ് എനിക്ക് ആ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുക. ഞങ്ങളൊക്കെ ചുമതല ഏൽക്കുന്ന സമയത്ത് ABC മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ് അന്നത്തെ നിയമപ്രകാരം ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നഗരസഭയുടെ മേയറാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്. ഈ മേഖലയിൽ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന ഈ സംഘടനകൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുൾപ്പെടെ, വെറ്റിനറി സർജൻ ഉൾപ്പെടെ, ഹെൽത്ത് ഓഫീസർ ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ് കൃത്യമായ ചർച്ച നടത്തി ABC നിയമത്തിൻ്റെ ഭാഗമായി തന്നെ വന്ധീകരണമാകട്ടെ, വാക്സിനേഷൻ ആകട്ടെ, ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്.
കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്ധീകരണം നടത്തിയിട്ടുള്ള തദ്ദേശ സ്ഥാപനം നമ്മളെടുത്താൽ അത് തിരുവനന്തപുരമാണ്. അത് സ്വാഭാവികമായും വലിയ കോർപ്പറേഷനാണ്. നമുക്ക് എണ്ണം നമ്മുടേതനുസരിച്ച് കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും. വാക്സിനേഷൻ കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെന്ന് മാത്രമല്ല, ഒരുപക്ഷെ രാജ്യത്ത് തന്നെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തായിരിക്കും. ഇത് രണ്ടും മതിയാവാത്തത് കൊണ്ട് തന്നെ വളർത്തുനായകൾക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയ ഒരു തദ്ദേശ സ്ഥാപനമാണ് നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത്. പല പ്രശ്നങ്ങൾ ആ മേഖലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കൂടി ലൈസൻസ് ഏർപ്പെടുത്തി അതിൻ്റെ ഇഞ്ചക്ഷൻ ആകട്ടെ, അതിൻ്റെ മറ്റു കാര്യങ്ങളാകട്ടെ, വാക്സിനേഷൻ ആകട്ടെ, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. ഈ ABC മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഘടന എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടന ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി അപ്പാടെ അങ്ങ് മാറ്റിക്കളഞ്ഞില്ലേ. ഞങ്ങളാരും അതിൽ അഭിപ്രായം പറയേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെല്ലാം അതിൽ നിന്ന് മാറ്റി. ABC നിയമത്തിൻ്റെ ഭാഗമായി തന്നെ ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെടേണ്ടി വന്ന സാഹചര്യവും അതിലെ പരിമിതികളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഒരു വന്ധീകരണം നടത്തണമെങ്കിൽ, അതായത് ഒരു വെറ്റിനറി സർജനെ ഒരു തദ്ദേശ സ്ഥാപനം നിയമനം നടത്തി വന്ധീകരണം നടത്തണമെങ്കിൽ ആ വെറ്റിനറി സർജന് 2000 സർജറി ചെയ്ത പ്രവൃത്തി പരിചയം ഉണ്ടാകണം എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ നഗരസഭയിൽ ഒരു ഇൻ്റർവ്യൂ വെക്കുമ്പോൾ 2000 ABC സർജറികൾ ചെയ്ത ഡോക്ടർമാർ മാത്രം ഈ സർജറിയിൽ പങ്കെടുക്കണം എന്ന് പറയണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അത്തരത്തിൽ ഈ നിയമത്തിനെ എങ്ങനെയൊക്കെയാണോ ഒരു കുഴപ്പിക്കാൻ കഴിയുന്നത് ആ നിലയിലാണ്. ഇത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് ഈ സർജറിയുടെ കാര്യത്തിൽ. നമ്മൾ കൂടുതൽ കടക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിപ്പോ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഈ കൊണ്ടുപോകുന്ന വാഹനമടക്കം AC ആയിരിക്കണം, സർജറി ചെയ്യുന്ന റൂം AC ആയിരിക്കണം, എന്തൊക്കെ തുടങ്ങി നമുക്ക് ഒരിക്കലും നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ABC റൂൾസിന്റെ പരിഷ്കരണത്തിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് കൂടുതൽ പോണ്ട എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒക്കെ ഇത് തന്നെയാണ് ഈ ഫ്ലോറിലടക്കം ചർച്ച ചെയ്തത് നമ്മൾ ഇവിടെ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട എന്ന് പറയുന്നത്. അതെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യവുമാണ്. സർജറി ചെയ്യുന്ന റൂം AC വൽക്കരിക്കണം എന്ന് പറഞ്ഞാൽ നഗരസഭ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇത്തരം സാങ്കേതികത്വമൊക്കെ നഗരസഭ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി, ആ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ രാജേഷ് മിനിസ്റ്റർ തന്നെ അതിലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ നേരിടുന്ന പരിമിതികളൊക്കെ പറഞ്ഞു. ഇപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലാന്റ് തുടങ്ങുന്നതിൽ വലിയ രീതിയിലുള്ള അജിറ്റേഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ABCയുടെ ഭാഗമായി എല്ലാ തെരുവ് നായകളെയും നമ്മളൊരു ഷെൽട്ടർ ഉണ്ടാക്കി നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ആദ്യം രംഗത്ത് വരിക ഇവർ തന്നെയാണ്. ഇവർ തന്നെ സമരം ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു പരിശ്രമം, ഇനിയിപ്പോൾ കുറഞ്ഞ ദിവസങ്ങളെ ഉള്ളെങ്കിൽ നമുക്കതിൻ്റെ ഒരു പരിശ്രമം നടത്തി നോക്കാം. കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു, നമ്മുടെ വാർഡ് കൗൺസിലർമാർ 100 വാർഡുകളാണ് ഇന്നുള്ളത്. ഇനിയിപ്പോൾ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ 101 ആകുന്നു. നിങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി നമ്മുടെ വാർഡുകളിൽ തന്നെ അത്തരം സംവിധാനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരൂ. ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അന്ന് സൈലന്റ് ആയിരുന്നു, അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല. അപ്പൊ അത്തരത്തിൽ നമുക്ക് സാധ്യമായതെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യുന്നു. പക്ഷെ ഇത്രയും പോരാ, ആ അഭിപ്രായം തന്നെയാണ്. നമുക്കറിയാം പല കുഞ്ഞുങ്ങളും, ഇപ്പോൾ നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ വെറുതെ നടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ പോലും തെരുവുനായ കടിക്കുന്ന സാഹചര്യം വരുന്നു. ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അത് ഇന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, ഈ നിയമത്തിനകത്ത് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ കോടതിയുടെ വിധിയുടെ കൂടെ അടിസ്ഥാനത്തിൽ സാധ്യമായതെല്ലാം ചെയ്യാൻ ഒരു ഭരണസമിതി എന്ന നിലയിൽ, സർക്കാർ എന്ന നിലയിൽ നമ്മൾ പ്രവർത്തനം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ്. ഞങ്ങളാരും കോടതി വിധിയുടെ മുന്നിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. നമുക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികൾ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ജനങ്ങളുടെ ജീവിതം അതാണ്. അത് മെച്ചപ്പെടുത്തുന്നതിന് സാധ്യമായതെല്ലാം, അവരെ സംരക്ഷിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യും എന്ന് തന്നെയാണ് നഗരസഭയ്ക്ക് വേണ്ടി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരികയാണ്. ഉടൻ തന്നെ തീയതി പ്രഖ്യാപനമുണ്ടാകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയായിരിക്കും വിലയിരുത്തപ്പെടുക എന്നാണ് കരുതുന്നത്? ഈ തദ്ദേശ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കുമോ, ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ഒരു വിലയിരുത്തലായിരിക്കുമോ അടുത്ത ജനവിധിയായി പ്രതിഫലിക്കാൻ പോകുന്നത്? BJP പ്രധാന പ്രതിപക്ഷമാണ്, നമുക്കറിയാം. അവരെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഏത് തരത്തിൽ ഉള്ള രാഷ്ട്രീയമായി എന്തൊക്കെ പ്രചാരണ വിഷയങ്ങളായിരിക്കും BJPക്കെതിരെ അവിടെ CPM ഇടതുപക്ഷം ഉയർത്താൻ പോകുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും, അത് തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തിരഞ്ഞെടുപ്പാകട്ടെ, അങ്ങനെ ഏത് തിരഞ്ഞെടുപ്പായിരുന്നാലും
രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയുന്നതിനോടൊപ്പം ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയാണെങ്കിൽ നഗരസഭ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സ്വാഭാവികമായും ഏതൊരു തെരഞ്ഞെടുപ്പും ഒരു മുൻ ഭരണസമിതിയെ, അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഭരണത്തിലുണ്ടായിരുന്ന തുടർന്നു വരുന്ന സംവിധാനങ്ങളെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം വേണ്ട. അങ്ങനെ തന്നെയായിരിക്കും. അതിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വീക്ഷിക്കുമ്പോൾ എത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഭരണസമിതിക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചു, അവർക്ക് വേണ്ടി എത്രത്തോളം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ള പരിശോധനയും കാര്യങ്ങളുമായിരിക്കും സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉണ്ടാകുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒരു പക്ഷമില്ല. എല്ലാം ഭരണസമിതി അംഗങ്ങളാണ്. പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണ് നമ്മൾ പ്രതിപക്ഷമെന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ്. ഭരണസമിതി എന്ന ഒറ്റ വാക്ക് മാത്രമേ ശരിക്കും നമ്മുടെ മുന്നിലുള്ളൂ എന്നാണ്. അപ്പോൾ ഭരണസമിതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നവരാണ് ഭരണസമിതി അംഗങ്ങൾ എന്ന് പറയുന്നത്. എങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ ഈ കൗൺസിൽ ചുമതലയേൽക്കുമ്പോൾ 35 അംഗ BJP ആണ് ഈ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇവർ ഈ പറഞ്ഞ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ശ്രീ VV രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ വാ തുറന്നു കഴിഞ്ഞാൽ അഴിമതി എന്നതിനപ്പുറം അവർ വേറെന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും 4 ഉപതെരഞ്ഞെടുപ്പുകൾ, തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് ഈ ഭരണസമിതിയുടെ കാലത്താണ്. നമുക്ക് അത്ര തന്നെ കൗൺസിലർമാരെ പല കാരണങ്ങളാൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാളുടെ മരണം സാധാരണ അസുഖം വന്ന് മരിക്കുന്ന പോലെയുള്ള ഒരു മരണമായിരുന്നില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. 6 പേരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ 4 ഉപതെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നത്. അതിൽ ഒരു വാർഡ് എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും കൂടുതൽ കാലം, എനിക്ക് തോന്നുന്നു 20-25 വർഷമായി BJP അധികാരത്തിലുണ്ടായിരുന്ന BJPയുടെ കൗൺസിലർമാർ മാത്രമുണ്ടായിരുന്ന വാർഡ് തിരിച്ചുപിടിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നത് ഇവർ ഈ അഴിമതിയും ഇവർ ഈ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ പരമാവധി ഞങ്ങളൊക്കെ വ്യക്തിപരമായി എത്രത്തോളം അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, മൈക്കിൽ ഈ നമ്മൾ റെക്കോർഡ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ പോലും പറ്റാത്തത്രയും മോശമായ കാര്യങ്ങളാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് പറഞ്ഞവർ ആ നാട്ടിലൊക്കെ പ്രചരണം നടത്തിയത്. എന്നിട്ട് പോലും ജനങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തി ആ വാർഡിലും ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി 35 ഉണ്ടായിരുന്നവരെ 34ലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഒരു മുന്നോടിയായി നടന്ന 4 ഉപതെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിച്ചു എന്നത് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യമാണ്. തിരുമല അനിലിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത് എന്ന് മനസ്സിലായി. തിരുമല അനിലിന്റെ കാര്യമാണ് സൂചിപ്പിച്ചത് എന്ന് മനസ്സിലായി. അദ്ദേഹം നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടായിരുന്നോ മേയർക്ക്? ഞാനിവിടെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ, അത് ആര് തന്നെയാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അവരൊക്കെ മരണപ്പെടുമ്പോൾ നമുക്ക് വലിയ വൈകാരികമായ വലിയ പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. അതിൽ ഒരിക്കലും മനസ്സിന് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരിക്കലും മനസ്സിന് ഒരു സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയാണ് അനിച്ചേട്ടൻ്റെ മരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞ എല്ലാ കാര്യങ്ങളും, അത് കൗൺസിലാകട്ടെ പൊതുസ്ഥലത്താകട്ടെ, അദ്ദേഹം ആ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ കൗൺസിലിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിലും, ഞങ്ങളുടെ ഇപ്പോൾ രാഷ്ട്രീയമാണല്ലോ, സ്വാഭാവികമായിട്ടും അത്തരത്തിൽ കൗൺസിലിലൊക്കെ സംസാരിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നൊരു വ്യക്തിയാണ് അനിച്ചേട്ടൻ എന്ന് പറയുന്ന ശ്രീ തിരുമല അനിൽ എന്ന് പറയുന്ന കൗൺസിലർ. അദ്ദേഹം നിരന്തരം ഈ കൗൺസിലൊക്കെ ഇങ്ങനെ കൃത്യമായി ഇടപെടുകയും വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 2 മാസത്തോളം അദ്ദേഹത്തെ കാണാതെയാകുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്നില്ല ഫോൺ. അപ്പോൾ അതിനുശേഷം എന്നെ കാണാൻ വന്ന BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറിനോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ള അന്വേഷണം ഞാൻ നടത്തിയപ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന് സുഖമില്ല, അതുകൊണ്ടാണ് വരാത്തത് എന്നാണ് എനിക്ക് മറുപടി തന്നത്. ഈ കൗൺസിലർ പോയി അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം എന്നെ ഒരു ദിവസം രാത്രി തിരിച്ചു വിളിച്ചു. എന്നിട്ട് തൊട്ടടുത്ത ദിവസം കൗൺസിലാണ്. മേയറെ എനിക്കൊന്ന് നേരിട്ട് കാണണം, ഞാൻ അടുത്ത ദിവസം കൗൺസിലിന് മുൻപ് മേയറെ വന്ന് കാണാം എന്ന് പറയുന്നു.
അപ്പോൾ ഞാൻ 2:30-ക്കാണ് സാധാരണ കോർപ്പറേഷനിൽ കൗൺസിൽ ഉണ്ടാവുക. അദ്ദേഹം വരികയാണ് അതിനു മുമ്പ്. അദ്ദേഹം വന്ന് എൻ്റെ മുന്നിലിരുന്ന്, ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ശ്രീ അനിൽകുമാർ എന്ന ആ വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം എൻ്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. അപ്പം അദ്ദേഹം കരയുമ്പോൾ പെട്ടെന്ന് എനിക്ക്, കാരണം രാഷ്ട്രീയപരമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ എൻ്റെ മുന്നിലൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ എന്നുള്ളത് എന്നും എൻ്റെ മനസ്സിലെ ഒരു സങ്കടമായി ഞാൻ കാണുന്നു. ഞാൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി അനിച്ചേട്ടാ, എന്താണ് കാര്യം എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ കാര്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായി എന്നോട് പറയുന്നതിലൊരു പ്രയാസമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ബാങ്കിൻ്റെ ഒരു ഭാരവാഹിയാണ്, അതിലെല്ലായിടത്തും ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത സ്വാഭാവികമായ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പാർട്ടി അതിൽ ഇടപെട്ടില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഇത്തരം പൊതുപ്രവർത്തകർ ഇത്തരം രംഗത്ത് നിൽക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിൻ്റെ ഭാഗമാകുന്നത് അവരതിൽ ഇടപെടണം എന്ന അഭിപ്രായം ഉള്ളത് കൊണ്ട് എൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. അദ്ദേഹം അതിന് മറുപടി ശരിക്കും തന്നിരുന്നില്ല. അപ്പം ഞാൻ പിന്നീട് എനിക്ക് ആ വിഷയത്തിൽ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു മാനസിക സംഘർഷം ഉണ്ടാകുമെന്ന് കരുതിയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് അടുത്ത് തന്നെ പറയുന്നത്, അനിച്ചേട്ടൻ വേറൊന്നും ആലോചിക്കേണ്ട, 2 പെൺകുട്ടികളാണ്, എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം, 2 പെൺകുട്ടികളാണ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങളാരും ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഒരു ആവശ്യത്തിന് വേണ്ടി അങ്ങേ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട്, കൗൺസിലിലോ മറ്റിടങ്ങളിലോ അങ്ങേ ഉപദ്രവിക്കില്ല എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് ഡെപ്യൂട്ടി മേയർ വരുന്നു. ഡെപ്യൂട്ടി മേയർ വന്ന് അദ്ദേഹം വളരെ ക്ഷീണിതനായിരുന്നു, കാണുമ്പോൾ തന്നെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഉറക്കമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഡെപ്യൂട്ടി മേയർ പറഞ്ഞു, നമുക്ക് അടുത്ത ദിവസം തന്നെ ഒന്ന് ആരോഗ്യപരമായ പരിശോധന നമുക്ക് നടത്തണം എന്ന് അദ്ദേഹം ഈ അനിച്ചേട്ടനോട് പറയുകയും അത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ ശരിക്കും അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ എൻ്റെ മറുപടി കുറച്ച് കണ്ടിന്യൂ ചെയ്ത് പറയണം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ കേൾക്കുന്ന ദിവസം എനിക്ക് തോന്നുന്നു അടുത്ത കൗൺസിലിന് മുൻപ്, ഒരു കൗൺസിൽ ചേർന്ന അടുത്ത കൗൺസിലിന് മുൻപ് അദ്ദേഹത്തിൻ്റെ മരണം നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം നടക്കുന്ന ദിവസം രാവിലെ ഞാൻ ഒരു സ്കൂളിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നോട് ഈ വിവരം ഒരാൾ വന്ന് പറയുന്നത്. എനിക്ക് സത്യത്തിൽ ആ സ്കൂളിൽ പരിപാടിയിൽ പൂർണ്ണമായി സംസാരിക്കാൻ കഴിയാതെ ഞാൻ അവിടെ നിന്ന്, ഈ മരണസ്ഥലം എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഒരു കോംപ്ലക്സിനകത്താണ്, ഞാൻ അവിടേക്ക് വരികയാണ്. എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, അദ്ദേഹം സൂയിസൈഡ് ചെയ്ത ആ റൂമിൻ്റെ മുന്നിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തെ പോലെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇവരുടെ തന്നെ പല നേതാക്കൾക്കും അവിടെ നിൽക്കാൻ പോലും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് വളരെ വേദന തോന്നിയൊരു കാര്യമാണ്. ഒരു സഹജീവി, ഒരു മനുഷ്യൻ തങ്ങളുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ ചെറുപ്പം മുതൽ നടത്തിയ ഒരു വ്യക്തിയുടെ മരണത്തിൽ പോലും ഇത്തരത്തിൽ കൂടെ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇതിനുശേഷം ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ BJP ഉത്തരം പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനുശേഷം അന്ന് അദ്ദേഹത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞ് അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഞാൻ പൂർണ്ണമായി വീട്ടിലുണ്ട് ആ കുടുംബത്തോടൊപ്പം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുഖത്ത് നോക്കി, ശ്രീ മുരളീധരൻ്റെ മുഖത്ത് നോക്കി, ശ്രീ കരമന ജയൻ്റെ മുഖത്ത് നോക്കി, ആ ആൾക്കൂട്ടത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് ഒരു മാധ്യമ ഒരു പ്രവർത്തകരോട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ ഞാനിത്, അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ ഞാനിത് പറയുന്നത്. ഇത്രയും നാൾ എന്നോട് പലരും, അത് പാർട്ടി ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാത്ത ഒരു കാര്യം. മറ്റൊരു കാര്യം, ആ മരണത്തെ ഒരിക്കലും ഒരു രാഷ്ട്രീയ മുതലെടുപ്പായി കാണണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം പൂർണ്ണമായി ഇരിക്കുക, നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ആ കുടുംബത്തെ വിഷമിപ്പിക്കുന്ന ഒന്നാകരുത് എന്ന ഉറച്ച തീരുമാനമെടുത്തത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ പൊളിറ്റിക്കലി ഞാൻ അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചെങ്കിലും ഞാനിത് പറയാതിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും കൊണ്ടുപോയി കൊന്നുകളഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. എനിക്ക് ആ സന്ദർഭം ഇപ്പോഴും എൻ്റെ മനസ്സിൽ വളരെ വൈകാരികമായി, ഒരുപക്ഷെ നമ്മളൊക്കെ വളരെ വൈകാരികമായി കാണുന്നൊരു നിമിഷമാണല്ലോ ഒരു മരണം എന്ന് പറയുന്നത്. കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള കൗൺസിലർമാർ, സ്ത്രീകളായിട്ടുള്ള കൗൺസിലർമാരോട് നിങ്ങൾ കൊണ്ടുപോയി കൊന്നുകളഞ്ഞില്ലേ ഈ നേതാക്കളുടെ മുഖത്ത് നോക്കി ചോദിച്ചതാണ്. അതിനു മുമ്പുള്ള, എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുൻപ് ആ വീട്ടിൽ തന്നെ ഒരു വിവാഹത്തിന് വന്ന ഈ നേതാക്കളോട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, അനിച്ചേട്ടൻ വളരെ ക്ഷീണിതനാണ്, അനിച്ചേട്ടൻ ഈ പ്രശ്നം താങ്ങാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഈ നേതാക്കൾ പറഞ്ഞത് ഇതെല്ലാം സർവ്വസാധാരണമാണ് എന്നാണ് ആ കുടുംബം പറഞ്ഞത്. ഇവരുടെ മുന്നിൽ, എൻ്റെ മുന്നിൽ വെച്ചാണ് ഇവർ ചോദിക്കുന്നത്, ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല.
എൻ്റെ മുന്നിൽ മാത്രമല്ല, അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകളുടെ മുന്നിൽ വെച്ചാണ് ഈ നേതാക്കളുടെ മുന്നിലേക്ക് ഈ സാധാരണക്കാരിയായ ഒരു ഭാര്യ, ഭർത്താവിനെ നഷ്ടപ്പെട്ട് ബോഡിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ ഇവരുടെ മുന്നിലേക്ക് പറഞ്ഞത്. അവിടെ അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞ് മറ്റ് സംസ്കാര ചടങ്ങുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ നേതാക്കൾക്ക്, ഈ ഞാനിവിടെ പറഞ്ഞ പേരുള്ള നേതാക്കൾക്ക് CPM-നെ ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് അവർ ആ സമയം കണ്ടെത്തിയത്. BJP നേതാക്കൾ അതിനകത്ത് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ സാധാരണക്കാരിയായ വീട്ടമ്മ ചോദിച്ച ചോദ്യം, ആ ഭാര്യ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. അതാണിപ്പോൾ മേയർ ഇവിടെ സൂചിപ്പിച്ചത്. മേയർ പവർ പഞ്ചായത്തിൽ തുടരുകയാണ്. മേയർ ഒരു തിരുവനന്തപുരംകാരിയാണ് ഞാനും. എനിക്കും മേയറെ പ്രതി അഭിമാനമുണ്ട്. നമ്മുടെ മേയർക്ക് അങ്ങ് ന്യൂയോർക്ക് വരെ, അങ്ങ് അമേരിക്ക വരെ പിടിയുണ്ട് എന്നിപ്പോൾ പറഞ്ഞു നടക്കേണ്ട അവസ്ഥയാണ്. മംദാനിയുടെ ട്വീറ്റ്, അതിനെയൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് സ്വയം, അത്തരം അപ്രീസിയേഷൻസിനെയൊക്കെ? മാത്രമല്ല സൊഹ്റാം മംദാനിയെ തിരുവനന്തപുരം നഗരം കാണാൻ ക്ഷണിച്ചിട്ടുമുണ്ട് ആര്യ രാജേന്ദ്രൻ. അതെനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോൾ മംദാനിയുടെ പോസ്റ്റെന്ന് മാത്രമല്ല, സാധാരണ ഇത്തരത്തിൽ യുവജനങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുകൾക്കും പ്രതീക്ഷയായിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. വ്യക്തിപരമായി എനിക്ക് അത്തരം സന്തോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഞാൻ കാണുന്ന ഒരു കാര്യം, അദ്ദേഹം അതിനുശേഷം ഏതാണ്ട് 5 വർഷം, ആ പോസ്റ്റ് ഷെയർ ചെയ്ത് കൃത്യം 5 വർഷമാവുമ്പോൾ സൊഹ്റാൻ മംദാനി ന്യൂയോർക്കിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ ആശയങ്ങളും നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ളതും, ന്യൂയോർക്ക് പോലെയുള്ള ഒരു സിറ്റിക്ക് ലഭിക്കേണ്ട ഫെഡറൽ ഫണ്ട്സുകൾ തടഞ്ഞുവെക്കും എന്ന് പറയുന്ന ട്രംപിനെതിരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ മംദാനിയെ മേയറായി തിരഞ്ഞെടുക്കുന്നത് എന്നതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ മംദാനിയെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെഡറൽ ഫണ്ട്സുകൾ തടഞ്ഞുവെക്കും എന്ന് പറയുന്ന ട്രംപിനെതിരെയുള്ള ശക്തമായ പോരാട്ടം കൂടിയാണ് ആ ജനത നടത്തുന്നത് എന്നതാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം കാണുന്നതിനു വേണ്ടി കേരളത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ നോക്കാം. ഈ റെഡ് വോളണ്ടിയർ മാർച്ച് നയിക്കുന്ന ആര്യ രാജേന്ദ്രനെ പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ അനുഭാവികൾ ഹൃദയത്തോട് ചേർക്കുമ്പോഴും അതൊരു തെറ്റായ കാര്യമാണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ മാത്രമല്ല, പൊതുവെ വിമർശനങ്ങളെ എങ്ങനെയാണ് ആര്യ രാജേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകർ നേരിടുന്നത്? ഈ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എല്ലാവർക്കും അറിയുന്നതിലൂടെ വളരെ ചെറുപ്പത്തിലാണ്. അത് സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത് വളരെ ചെറുപ്പത്തിലാണ്. ഞാൻ മേയർ ആകുന്നതിന് മുൻപും ശരിക്കും പറഞ്ഞാൽ റെഡ് വോളണ്ടിയർ ആയിരുന്നു. അന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനം, പാർട്ടിയുടെ ജില്ലാ സമ്മേളനവും ഏരിയ സമ്മേളനവും, ഞാൻ ഉള്ള ഏരിയ സമ്മേളനവും ഒക്കെ നടക്കുന്ന സമയത്ത് മുൻപും ഞാൻ റെഡ് വോളണ്ടിയറായി മാർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേയർ ആയതിനു ശേഷം ഒരു ജില്ലാ സമ്മേളനത്തിൽ റെഡ് വോളണ്ടിയർ ആകാൻ സാധിക്കുമോ എന്ന് സത്യത്തിൽ ആദ്യം പാർട്ടി ജില്ലാ സെക്രട്ടറിയോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് മറ്റൊരു കാര്യം കൊണ്ടല്ല, എനിക്കത് വളരെ ഒരു സന്തോഷം നൽകുന്ന, എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഒരാൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളൊരു കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ അതിൽ വളരെ വലിയ നമ്മൾ ഒരുപാട് വിലമതിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനത് ജില്ലാ സെക്രട്ടറി ജോയ് സാവിനോടത് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സംശയവും വേണ്ട, ധൈര്യത്തോടു കൂടി ആയിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. പിന്നെ വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മേയറിന് അങ്ങനെ ആകാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. ഞാൻ ഓർക്കുന്നത്, ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരെല്ലാം ഇവരുടെ ആശയത്തിനനുസരിച്ച് കൊണ്ടാണ് സ്വാഭാവികമായി സംസാരിക്കുക. അത് സെൻട്രൽ ഗവൺമെൻറ് തൊട്ട് ഏത് ഗവൺമെൻറ്റുകൾ പരിശോധിച്ചാലും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയമാണ് എപ്പോഴും നമുക്ക് മുതൽക്കൂട്ടാകുന്നത്. ഞാനും അതിനങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മേയർ എന്നത് ഞാൻ ഒരിക്കലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിജയിച്ചു വന്ന ആളല്ല. അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ്. വിജയിച്ചതിന് ശേഷം, ജനങ്ങൾ വിജയിപ്പിച്ചതിന് ശേഷം പാർട്ടി എന്നെ മേയറായി ചുമതല നൽകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് പൂർണ്ണമായി, ഞാൻ വളരെ വലുതായി കാണുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് തോന്നിയിട്ടുള്ളൂ. പാർട്ടിയുടെ അനുവാദം, സ്വാഭാവികമായിട്ടും ജില്ലാ സെക്രട്ടറിയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതിൽ വിമർശിക്കുന്നവർക്ക് എന്ത് കിട്ടിയാലും വിമർശിക്കാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു കാര്യമായി എടുക്കുന്നില്ല.
ആര്യ ഇതിനപ്പുറമുള്ള രാജേന്ദ്രൻ വിമർശനങ്ങൾ ഈ മേയറാകുന്നത് വിഷയത്തിൽ മാത്രമല്ല, ഈ ബിരുദ സ്വാഭാവികമായിട്ടും പഠനം കഴിഞ്ഞ് ബിരുദ പഠനം കഴിഞ്ഞ പാടെയാണ്. അതിനുശേഷമായിരുന്നു വിവാഹം, അതിനുശേഷമാണ് കുഞ്ഞുണ്ടായത്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ജീവിതം കൂടി ഈ കഴിഞ്ഞ 5 കൊല്ലം ഇങ്ങനെ വികസിച്ച് പോകുന്നത്, ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബം, കുട്ടി, ഇതൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത് ഈ വലിയ പദവിയിൽ ഇരുന്നുകൊണ്ട്? ഇടയ്ക്ക് ഒരു ഫയൽ നോക്കുന്ന ചിത്രം, കുഞ്ഞിനെയും കൊണ്ടുവന്ന ഫയൽ നോക്കുന്ന ചിത്രം വലിയ തോതിൽ വൈറലായിരുന്നു. അതിനെതിരെയും വേറൊരു തരത്തിലുള്ള സൈബർ അറ്റാക്സ് ഒക്കെ ആര്യ നേരിട്ടതും പലതരത്തിലുള്ള പരിഹാസങ്ങളും നേരിട്ടതും കണ്ടു. അതിനെയും ആര്യ ചിരിച്ചുകൊണ്ട് മറികടക്കുന്നതും കണ്ടു. ഈ കാര്യങ്ങളെ, ഈ അമ്മയാകൽ, വിവാഹം, ഇതിനെയൊക്കെ ഏത് തരത്തിലായിരുന്നു ഈ വലിയ പദവിയിലിരുന്ന് കൈകാര്യം ചെയ്തത്? അല്ല, വിവാഹവും കുടുംബജീവിതവും ഒക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ. ഞാൻ ഒരിക്കലും മേയർ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു എന്നതോ, അല്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി മേയർ എന്ന എൻ്റെ ഒഫീഷ്യൽ ഒരു കപ്പാസിറ്റി ഞാനത് ശ്രദ്ധിക്കാതെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെൻ്റെ വിവാഹ സമയത്താകട്ടെ, കുഞ്ഞുണ്ടായ സമയത്താകട്ടെ, പരമാവധി വർക്ക് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ഒരു സ്ത്രീ, എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബം അതിന് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോടും അമ്മയും അച്ഛനും പെങ്ങളും ഒക്കെ അടങ്ങുന്ന സച്ചേട്ടൻ്റെ കുടുംബമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 കുടുംബവും, എൻ്റെ അവിടെ തിരുവനന്തപുരത്തെ കുടുംബവും ഇവിടുത്തെ കുടുംബവും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത് സാധ്യമായിട്ടുള്ളത്. അത് വിവാഹത്തിൻ്റെ സമയത്തായിരുന്നാലും കുഞ്ഞുണ്ടായ സമയത്തായിരുന്നാലും ഒരിക്കലും ഔദ്യോഗിക കാര്യത്തിന് ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആ കാര്യങ്ങൾക്ക് സ്റ്റോപ്പ് ഇട്ട് ഈ കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം സ്വാഭാവികമായി മേയർ എം എൽ എ ദമ്പതികളെ എല്ലാവരും വളരെ കൗതുകത്തോടെ കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള സഹകരണമാണ് നടത്താറുള്ളത്? ഒപ്പം കുഞ്ഞിൻ്റെ കാര്യം കൂടി ചോദിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ സച്ചിനേട്ടൻ സ്വാഭാവികമായിട്ടും അദ്ദേഹം MLA ആവുന്നതിന് മുൻപും ഞാൻ മേയർ ആവുന്നതിന് മുൻപാണ് ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ച 2 പേരാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചുമതലയിലേക്ക് ഞങ്ങൾ പോകും എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ സ്വാഭാവികമായും ആ ചുമതല വന്നതിന് ശേഷം, ആദ്യം ഞാനാണ് മേയറാകുന്നത്, പിന്നെ ഏതാണ്ട് 6 മാസത്തിന് ശേഷം സച്ചിനേട്ടനാണ് MLA ആകുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് പരമാവധി സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 പേരും പ്രായം കുറഞ്ഞ ആളുകളാണ്. പാർട്ടിയും ജനങ്ങളും ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ്. നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തത്തിലല്ല ഞങ്ങൾ 2 പേരും ഇരിക്കുന്നത്. ആ ഉത്തരവാദിത്വം പരമാവധി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയണം. അതിനോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതവും മുന്നോട്ട്, അതിനും ഒരു തടസ്സമുണ്ടാകാതെ കൊണ്ടുപോകാൻ കഴിയണം എന്നുള്ളതാണ്. എല്ലാ നിലയിലും സച്ചിനേട്ടൻ അതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. എനിക്ക് കോഴിക്കോടേക്കൊക്കെ വരാൻ ഒരുപാട് പ്രയാസം സ്വാഭാവികമായിട്ടും മേയറാവുമ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും മേയർ ഇടപെടേണ്ടി വരും. അപ്പോൾ പെട്ടെന്ന് ഒരുപക്ഷെ സാധ്യമായ നിലയിലൊന്നും നമ്മൾ ചില കാര്യങ്ങൾ ആലോചിച്ച് വെക്കുമ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അത്ര തന്നെ പ്രശ്നം അവിടെയും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നൊന്നും ചിലപ്പോൾ വരാൻ കഴിയണമെന്നില്ല. അങ്ങനെ കഴിയാതിരുന്ന സമയത്തും അതിലൊരു പ്രയാസമോ പരിഭവമോ ഒന്നും സച്ചിനേട്ടൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹം അതിനെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വളരെ മെച്ചുവേർഡായി ആ കാര്യങ്ങളെ കാണുകയും, ഒരു സ്ത്രീ എന്ന നിലയിൽ നീ ഇത്രയും ചെയ്താൽ മതി എന്നല്ല, നിനക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തന്ന എൻ്റെ അച്ഛനെയും അമ്മയും ചേട്ടനെയും ഒക്കെ പോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായവരാണ് ഇവരെല്ലാവരും. സച്ചിനേട്ടനും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇത് സാധ്യമാക്കിയത്. പിന്നെ കുഞ്ഞ് സ്വാഭാവികമായിട്ടും ചെറിയ കുഞ്ഞാണ്, ഇപ്പോൾ 2 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ അവർക്കറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുവ എന്നാണ് പേര്. ദുവ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളിൽ. പരമാവധി എൻ്റെ അമ്മയുടെ ഒപ്പമാണ് ദുവ ഉണ്ടാവാറ്. ഒരുപക്ഷെ ചിലപ്പോൾ രാവിലെ ദുവ എണീക്കുന്നതിന് മുൻപ് എനിക്ക് പോകേണ്ടി വരും. ദുവ ഉറങ്ങിയതിന് ശേഷമായിരിക്കും ഞാൻ എത്തേണ്ടി വരുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും ദുവ ഒരിക്കലും എന്നെ ഒരു പ്രതിസന്ധിയിലാക്കിയിട്ടില്ല. ദുവ കൂടി ചേർന്ന് ആണ് എൻ്റെ ഈ ഉത്തരവാദിത്വം മികച്ചതായി നിർവഹിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്.
ദുവയ്ക്കറിയാം എൻ്റെ അമ്മ മാത്രമല്ല നഗരമാതാവ് കൂടിയാണ് എന്നല്ലേ. ഈ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ എന്ന് പറയുമ്പോൾ അത് മറ്റു മേയർമാരെ പോലെയല്ല. എപ്പോഴും മുഖ്യമന്ത്രി, മന്ത്രിമാർ ഇവരുമായിട്ടൊക്കെ ഇടപഴകേണ്ടി വരും. ഇവരോടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എപ്പോഴും വേണ്ടി വരുന്ന ഒരു മേയറാണ്. ആ നിലയ്ക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവരിൽ നിന്ന് കിട്ടിയ പിന്തുണ, അവരുടെയൊക്കെ ഉപദേശം ഏത് തരത്തിലാണ് ആര്യ രാജേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകയെ ഒരു ഇത്രയും വലിയ പദവി വഹിക്കുന്ന ഒരാളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്, മോൾഡ് ചെയ്തിരിക്കുന്നത്? ആ ഉത്തരം ചെറിയ വാക്കുകളിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആര്യ, ശരിയാണ്. സാധാരണ എല്ലാ മേയർമാർക്കും അവരുടെ ചുമതലകൾ വഹിക്കുമ്പോൾ ഒരുപാട് ആളുകളുമായി, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഒക്കെ ഭാഗമായി ഒരുപാട് വ്യക്തിത്വങ്ങളുമായി, മുഖ്യമന്ത്രി മുതൽ ഒരുപാട് പേരുമായി പല കാര്യങ്ങളിൽ ബന്ധപ്പെടേണ്ടി വരും. തിരുവനന്തപുരത്ത് അത് കുറച്ചധികമായി തന്നെ നമുക്ക് ബന്ധപ്പെടേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മറ്റ് എല്ലാ മന്ത്രിമാരും അടങ്ങുന്ന ഈ സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ്. എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഏത് പൊതുപരിപാടിയിൽ പോകുമ്പോൾ ഏത് മന്ത്രിയാണോ ഉള്ളത് അവർ എപ്പോഴും എന്നോട് പറയും, വളരെ സ്ട്രോങ് ആയി ഇപ്പോൾ നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കണം എന്ന ആ ഒരു വാക്കിൽ ആ സർക്കാരിന് പൂർണ്ണമായി നഗരസഭയോടുള്ള പിന്തുണ അവരെല്ലാവരും, ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനതിൽ മുഖ്യമന്ത്രി അദ്ദേഹം ഞാൻ മേയറായി ചുമതലയേറ്റ് അദ്ദേഹത്തെ ആദ്യമായി കാണാൻ പോകുമ്പോൾ സാധാരണ നമുക്ക് പലപ്പോഴും പല ഉപദേശങ്ങൾ സ്വാഭാവികമായും തരും. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സാധാരണ ഒരു രീതിയിലാണെങ്കിൽ നമുക്ക് ഒഴുക്കിനനുസരിച്ച് പോയാൽ മതി. നമ്മൾ വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഒഴുക്കിനെതിരെ നീന്തി മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീർച്ചയായും സാധിക്കട്ടെ എന്ന് പറഞ്ഞ ആ വാക്കുകളിൽ നിന്നാണ് സ്വാഭാവികമായും വലിയ ഊർജം, എന്ത് പ്രതിസന്ധി വന്നാലും ഈ നേരിടാനുള്ള ഊർജം കിട്ടിയത് അവിടെ നിന്നുകൂടിയാണ് എന്നുള്ളതാണ്. നന്ദി മേയർ. പവർ പഞ്ചായത്തിനോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന്. ഏതായാലും വലിയ തെരഞ്ഞെടുപ്പ് ആരവങ്ങളിലേക്ക് ഇനി പോവുകയാണ്. പവർ പഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.